പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻവശത്തുള്ള റോഡിലാണ്. ഇപ്പം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 12 ലക്ഷം രൂപ മുടക്കിയിട്ട് ഈ റോഡിനൊരു മെയിന്റനൻസ് വർക്ക് നടക്കുകയാണ്. പഞ്ചായത്തിന്റെ അവിടം തൊട്ട് ഇവിടെ ഈ മിറ്റിൽ ഇറക്കിയിരിക്കുന്ന വരെ ഒരു 12 ലക്ഷം രൂപയുടെ വർക്കാണ്. അത് നല്ല രീതിയിലാണ് പഞ്ചായത്ത് ചെയ്യുന്നത്. നല്ല കമ്പിയെല്ലാം പാകി നല്ല രീതിയിലുള്ള കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഇനി ബാക്കി ഒരു ഘട്ടം കൂടെ കിടക്കാനുണ്ട്. അത് MLA 40 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് സാങ്ഷൻ ആയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അത് ചില താമസം എടുക്കുമെന്ന് തോന്നുന്നു. എങ്കിലും ഉടനെ ആ റോഡിന്റെ പണിയും കൂടെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കുട്ടഞ്ചിറപ്പടിയാണ്. ഇവിടുന്ന് അകത്തോട്ടുള്ള ഈ വഴിയാണ്, പഞ്ചായത്തിന് മുൻവശത്തോടെയുള്ള വഴിയാണ് തകർന്നു കിടക്കുന്നത്. ഇവിടെയൊക്കെ ഇതിലൊന്നും ഒരു വിധത്തിലും വാഹനമായിട്ട് പോകാൻ പറ്റാത്ത വിധമാണ് തകർന്നു കിടക്കുന്നത്. അപ്പം ഈ ഭാഗമല്ല മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നത്. ഈ വഴിക്ക് MLA 40 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ വർക്ക് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഈ റോഡ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നിലയ്ക്കപ്പള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വലിയൊരു ഓടയുണ്ട്, വെള്ളം ഒഴുകി വരുന്നത്. അത് ഈ മിറ്റിൽ കിടക്കുന്നിടം കൊണ്ട് നിന്നിരിക്കുകയാണ്. അത് പിന്നെ ബാക്കി സ്വകാര്യ വ്യക്തികളൊക്കെ അത് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം അവിടെ വന്നിട്ട് ഈ വഴിയിലേക്ക് കടന്ന് വരുന്നതുകൊണ്ടാണ് ഈ റോഡ് ഇതുപോലെ തകർന്നു പോകുന്നത്. അതിന് ആദ്യം ഒരു പരിഹാരം ഉണ്ടാക്കണം. അതുപോലെ ഈ മിറ്റിൽ കിടക്കുന്നിടം തൊട്ട് പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടം വരെയാണ് ഇപ്പം രണ്ടാം ഘട്ടമായിട്ട് മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ ഘട്ടമായിട്ട് ചെയ്തിരിക്കുന്ന നിലയ്ക്കപ്പള്ളി തൊട്ട് പഞ്ചായത്തിന് മുൻവശം വരെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി 12 ലക്ഷം രൂപ മുടക്കി നവീകരിക്കുന്നത്. ഇവിടെ റോഡിൽ കമ്പി ഇതുപോലെ ഉണ്ടോ, കമ്പി പാകിയിട്ട് ഇതുപോലെ കെട്ടിയിട്ട് പാകിയിട്ട് നല്ല രീതിയിൽ കോൺക്രീറ്റിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഉണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ വന്ന് ഈ ഓടയൊക്കെ വന്ന് അടഞ്ഞു കിടക്കുകയാണ്. വെള്ളം ഒഴുകുന്ന സംവിധാനം അവിടെ ഇല്ല, അവിടെ കൊണ്ട് ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെ ഒരു മാസത്തോളം എടുക്കുമെന്ന് തോന്നുന്നു ഇതിൻ്റെ വർക്കെല്ലാം കൂടെ തീരാൻ വേണ്ടി. ഈ വഴി ബ്ലോക്ക് ചെയ്തിട്ട് ഒരുപാട് വാഹനങ്ങൾ ഇതിലെ കയറി വരുന്നുണ്ട്. കഴിവതും വാഹനങ്ങൾ അപ്പുറത്തോടെ കടന്നു പോവുകയാണെങ്കിൽ ഇവിടെ പണി നടക്കുമ്പോഴത്തേന് തടസ്സമില്ലാതിരിക്കും. Yeah.